പുനരൈക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സന്ദേശം നൽകി 1965 സ്ഥാപിതമായ കരിമ്പ നിർമ്മലഗിരി സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദൈവാലയം ദൈവസാന്നിധ്യം അനുഭവിച്ചറിയാൻ തക്ക രീതിയിൽ അതിമനോഹരമായി നവീകരണം പൂർത്തിയാക്കി ദൈവാരാധനയ്ക്കായി ദൈവജനത്തിന് സമർപ്പിക്കുകയാണ്. പരിശുദ്ധ സഭയെ വളർത്താൻ ദൈവം തിരഞ്ഞെടുത്ത് സ്ഥാപിച്ച കരിമ്പ നിർമ്മലഗിരി സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയം നമ്മളിൽ പറുദീസ തീർത്തിടും നീ ബലിയിൽ. യേശുവിന്റെ കുരിശിന്റെ വഴി, ജപമാല രഹസ്യങ്ങൾ, സുവിശേഷകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും വിശുദ്ധരുടെയും രൂപങ്ങൾ തുടങ്ങി പുനർനിർമ്മിച്ച ദൈവാലയം ഈ ദേശത്തിന് അനുഗ്രഹമായി സമർപ്പിക്കുന്ന മംഗളമുഹൂർത്തത്തിന് സാക്ഷികളാവാൻ എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഇതാ ദൈവത്തിന്നാലയം അണഞ്ഞിടും. പുനരൈക്യ സന്ദേശം നൽകി പരിശുദ്ധ സഭയെ വളർത്താൻ ദൈവം തിരഞ്ഞെടുത്തു സ്ഥാപിച്ച കരിമ്പ നിർമ്മലഗിരി സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയം സുന്ദരമായ നാട്, കരിമ്പയുടെ നാട്, ഐതിഹ്യങ്ങൾ നിറമങ്ങാതെ കാത്തു സൂക്ഷിക്കുന്ന കരിമ്പയുടെ ഹൃദയം അടിത്തട്ടിൽ ഒരു പൊൻതുവൽ ചാർത്തുകയാണ്. പാലക്കാടിന്റെ മലയോര മണ്ണിൽ പുനരൈക്യ സന്ദേശം നൽകി പരിശുദ്ധ സഭയെ വളർത്താൻ ദൈവം തിരഞ്ഞെടുത്തു സ്ഥാപിച്ച കരിമ്പ നിർമ്മലഗിരി സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയം കുദാശയും കുദാശാനുബന്ധ പരിപാടികളും സമങ്ങളും ഉദ്ഘാടനം ചെയ്യുകയാണ്. പതാക ഉയർത്തി, പേപ്പർ പതാക ഉയർത്തി. ഇതെന്നും ഒരു സാക്ഷ്യമായി ഈ ഒരു വർഷക്കാലം ഈ കൊടിമരത്തിൽ ഉണ്ടാകും. ആത്മീയമായ ഒരുക്കത്തിൽ ആണ് നമ്മൾ. ഇനി വരുന്ന ഒരു 10-15 ദിവസക്കാലം ഇതൊരു ആഘോഷത്തെക്കാൾ ഉപരി ആത്മീയമായ ഒരുക്കത്തിൻ്റെ സമയമാക്കുകയാണ്. നമ്മുടെ ഇടവക തിരുനാളിൻ്റെ ഉദാശയോടനുബന്ധിച്ചുള്ളതായ പതാക പ്രയാണം ഇവിടെ എത്തി നമ്മൾ സ്വീകരിച്ചു, അത് ഉയർത്തുകയും ചെയ്തു. ഇവിടെ നിന്ന് ഈ ആശീർവദിച്ചതായ കൊടികൾ നമ്മുടെ എല്ലാ ദേവാലയത്തിലേക്കും കൊണ്ടുപോകണം, അവിടെ അത് ഉയർത്തുകയും വേണം. ജെല്ലിപ്പാറ ഇടവകയിൽ നിന്ന് വന്നിട്ടുള്ളവർ കൊടി വാങ്ങിക്കണം. മണ്ണാർക്കാട് ഇടവകയുടെ കൂടി വാങ്ങിക്കുവാനായിട്ട് ഇടവക ട്രസ്റ്റിയോ സെക്രട്ടറിയോ കടന്നു വരേണ്ടതാണ്. ചെറുക്കൽപ്പടി ഇടവകയിൽ ഇരുപാമട്ടി ഇടവകയിലെ ട്രസ്റ്റി വികാരിയച്ഛൻ, ദൈവത്തിൻ